ഹായ് വെൽക്കം ടു അവർ സുവോളജി ക്ലാസ്. നമ്മുടെ ചാപ്റ്റർ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ. ഇന്നത്തെ ടോപ്പിക് പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നോക്കാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംപ്ലാന്റേഷൻ പഠിച്ചിരുന്നു. ബ്ലാസ്റ്റോസിസ്റ്റ് ഗെറ്റ് എംബെഡഡ് ഇൻ ദ യൂട്രൈൻ എൻഡോമെട്രിയം. ബ്ലാസ്റ്റോസിസ്റ്റിലെ ട്രോഫോബ്ലാസ്റ്റ് ലെയർ എംബഡ് ചെയ്യുന്നു, ഇന്നർ സെൽ മാസ് എംബ്രിയോ ആയി മാറുന്നു. അപ്പോൾ ഇവിടെ നോക്കൂ, ഹ്യൂമൻ ഫീറ്റസ് വിത്തിൻ ദ യൂട്രസ്. ഒരു യൂട്രസിനകത്ത് ഹ്യൂമൻ ഫീറ്റസ് കിടക്കുന്ന ചിത്രമാണിത്. ഇതിൽ കാണാം ഫീറ്റസിൻ്റെ ട്രോഫോബ്ലാസ്റ്റ് ലെയറുണ്ട്. ആ ഇന്നർ സെൽ മാസാണ് ഈ ഫീറ്റസ് എംബ്രിയോ ആയി മാറിയിട്ടുള്ളത്. ട്രോഫോബ്ലാസ്റ്റ് ലെയറിൽ നിന്ന് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വരുന്നത് കാണാം. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ പറയുന്ന പേരാണ് പ്ലാസൻറ്റൽ വില്ലായ് അഥവാ കൊറിയോണിക് വില്ലായ്. ഈ പ്ലാസൻറ്റൽ വില്ലയും ഫീറ്റസും തമ്മിൽ, എംബ്രിയോയും തമ്മിൽ ഒരു കണക്ഷൻ കാണാം. ആ കണക്ഷനെ പറയുന്ന പേരാണ് അംബിലിക്കൽ കോഡ് അഥവാ പൊക്കിൾക്കൊടി. ഈ കൊറിയോണിക് വില്ലയെ സറൗണ്ട് ചെയ്ത് മെറ്റേണൽ ബ്ലഡ് വെസൽസും യൂട്രൈൻ ടിഷ്യൂസും യൂട്രൈൻ ടിഷ്യൂവും കൂടെ ഈ പ്ലാസൻറ്റൽ വില്ലയെ സറൗണ്ട് ചെയ്ത് കാണുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ഡയഗ്രത്തിൽ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ, finger like projections appears on the trophoblast layer called chorionic villi. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ട്രോഫോബ്ലാസ്റ്റ് ലെയറിൽ നിന്നും വരുന്നു. ആ പ്രൊജക്ഷൻസിനെ പറയുന്ന പേരാണ് കൊറിയോണിക് വില്ലായ് അല്ലെങ്കിൽ പ്ലാസൻറ്റൽ വില്ലായ്. കൊറിയോണിക് വില്ലായ് ആർ സറൗണ്ടഡ് ബൈ യൂട്രൈൻ ടിഷ്യൂ ആൻഡ് മെറ്റേണൽ ബ്ലഡ് വെസൽസ്. കൊറിയോണിക് വില്ലയെ സറൗണ്ട് ചെയ്തുകൊണ്ട് യൂട്രൈൻ ടിഷ്യൂവും മെറ്റേണൽ ബ്ലഡ് വെസൽസും കാണാം. ദ കൊറിയോണിക് വില്ലായ് ആൻഡ് യൂട്രൈൻ ടിഷ്യൂ ബിക്കം interdigitated with each other and forms a structural and functional link between developing embryo and maternal body called placenta. അപ്പോൾ എന്താണ് പ്ലാസൻറ്റ എന്ന് നോക്കൂ. കൊറിയോണിക് വില്ലയും യൂട്രൈൻ ടിഷ്യൂവും ഇൻ്റർഡിജിറ്റേറ്റ് ചെയ്യപ്പെടുന്നു. ഇൻ്റർഡിജിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് കൈകളിലെ വിരലുകൾ പരസ്പരം കോർത്ത മാതിരി, അത്രയും ഒരു ഫങ്ഷണൽ ലിങ്ക് ഉണ്ടാകുന്നു. ആരൊക്കെ തമ്മിൽ? എംബ്രിയോയും മെറ്റേണൽ ബോഡി യൂട്രൈൻ ടിഷ്യൂവും തമ്മിൽ ഒരു ഫങ്ഷണൽ കണക്ഷൻ ഉണ്ടാകുന്നു. ആ കണക്ഷനെ പറയുന്ന പേരാണ് പ്ലാസൻറ്റ. പ്ലാസൻറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫങ്ഷണൽ ലിങ്ക് ബിറ്റ്വീൻ ഡെവലപ്പിംഗ് എംബ്രിയോ ആൻഡ് മെറ്റേണൽ ബോഡി. ആ പ്ലാസൻറ്റ ഈ ഡെവലപ്പിംഗ് എംബ്രിയോയുമായി കണക്ട് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറാണ് അംബിലിക്കൽ കോഡ്. പ്ലാസൻറ്റ ഈസ് കണക്റ്റഡ് ടു എംബ്രിയോ ത്രൂ അംബിലിക്കൽ കോഡ്. പൊക്കിൾക്കൊടി എന്ന് പറയുന്ന ആ കോഡ് വഴിയാണ് എംബ്രിയോയുമായി പ്ലാസൻറ്റ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ പറഞ്ഞതിൽ കൊറിയോണിക് വില്ലൈ കാണാം. ആ കൊറിയോണിക് വില്ലയിനെ സറൗണ്ട് ചെയ്ത് മെറ്റേണൽ ബ്ലഡ് വെസൽസും യൂട്രൈൻ ടിഷ്യൂവും കാണാം. അത് എന്ത് ചെയ്യുന്നു? അങ്ങനെ സറൗണ്ട് ചെയ്താൽ ആ ഫങ്ഷണൽ ലിങ്കിനെ പറയുന്ന പേരാണ് പ്ലാസൻറ്റ. പ്ലാസൻറ്റ എംബ്രിയോയുമായി കണക്ട് ചെയ്തിരിക്കുന്ന കോഡ് ലൈക്ക് സ്ട്രക്ചറാണ് അംബിലിക്കൽ കോഡ്. എന്തെല്ലാമാണ് പ്ലാസൻറ്റയുടെ ഫങ്ഷൻ? Placenta facilitate the supply of oxygen and nutrients to the embryo and also the removal of carbon dioxide and waste material produced by the embryo. പ്ലാസൻ്റ എന്തിനു സഹായിക്കും? അമ്മയുടെ ബോഡിയിൽ നിന്നും ഓക്സിജനെയും ന്യൂട്രിയൻസിലെയും കുഞ്ഞിലേക്ക് എത്തിക്കാനും കുഞ്ഞിലുണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡിനെയും വേസ്റ്റ് മെറ്റീരിയലിനെയും പുറന്തള്ളാനും പ്ലാസൻ്റ സഹായിക്കുന്നു. Then another function. Placenta also act as an endocrine tissue and it produces hormones like human chorionic gonadotropin, human placental lactogen, estrogen and progestogen.
പ്ലാസൻ്റ ഒരു എൻഡോക്രൈൻ ടിഷ്യൂ ആയി ആക്ട് ചെയ്യുന്നു. എൻഡോക്രൈൻ ടിഷ്യൂ എന്ന് പറയുന്നത് ഹോർമോൺ സെക്രീറ്റിംഗ് ടിഷ്യൂ. ആ പ്ലാസൻ്റയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസാണ് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ അല്ലെങ്കിൽ HCG, ഹ്യൂമൻ പ്ലാസൻ്റൽ ലാക്ടോജൻ അഥവാ HPL, ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്റ്റോജൻ. Then, in the later part of pregnancy, a hormone called relaxin is secreted by the ovary. പ്രഗ്നൻസിയുടെ അവസാന കാലഘട്ടമാവുമ്പോൾ ഓവറിയിൽ നിന്ന് മറ്റൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഹോർമോണിൻ്റെ പേരാണ് റിലാക്സിൻ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ റിലാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, ഓവറിയാണ് റിലാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ആലോചിക്കുക. ദെൻ ഓഡ് 1 സെലക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം. കുറച്ച് ഹോർമോൺസ് തന്നിട്ട് അതിൽ റിലാക്സിൻ എന്ന് പറയുമ്പോൾ അവിടെ ഓവറിയാണ് റിലാക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് പ്ലാസൻ്റയുടെ ഫങ്ഷൻസിൽ പറയുന്നത്. 2 ഫങ്ഷൻ, ഓക്സിജനെയും ന്യൂട്രിയൻസിനെയും എംബ്രിയോയിലേക്ക് കൊടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെയും വേസ്റ്റ് മെറ്റീരിയലിനെയും എംബ്രിയോയിൽ നിന്നും റിമൂവ് ചെയ്യുന്നു. ദെൻ പ്ലാസൻ്റ ചില ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹോർമോൺസാണ് HCG, HPL, ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്റ്റോജൻ. പ്രഗ്നൻസിയുടെ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ കാർഡ് ടെസ്റ്റ് വെച്ച് നടത്തുമ്പോൾ പോസിറ്റീവാണ് എന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഈ HCGയുടെ പ്രസൻസ് നോക്കിയിട്ടാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് തന്നെ കൊറിയോണിക് വില്ലൈ ആ ഭാഗത്ത് നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് HCG. Then HCG, HPL and relaxin is produced in women only during pregnancy. അപ്പോൾ പ്രഗ്നൻസിയുടെ സമയത്ത് മാത്രം സ്ത്രീകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് HCG, HPL and relaxin എന്ന് പറയുന്ന ഹോർമോൺസ്. During pregnancy, the level of other hormones, estrogen, progestogen, cortisol, prolactin, thyroxine are increased several folds in maternal blood. പ്രഗ്നൻസിയുടെ ആ കാലഘട്ടത്തിൽ മറ്റ് ഹോർമോൺസായ ഈസ്ട്രോജനും പ്രൊജസ്റ്റോജനും കോർട്ടിസോൾ, പ്രൊലാക്റ്റിൻ, തൈറോക്സിൻ ഇവയുടെ ലെവൽ മെറ്റേണൽ ബ്ലഡിൽ, അമ്മയുടെ ബ്ലഡിൽ വളരെയധികം ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ഹോർമോൺസിൻ്റെ പ്രാധാന്യം എന്താണ്? ദിസ് ഇൻക്രീസ്ഡ് ലെവൽ ഈസ് എസെൻഷ്യൽ ഫോർ ഫീറ്റൽ ഗ്രോത്ത്, മെറ്റബോളിക് ചേഞ്ചസ് ഇൻ മദർ ആൻഡ് ഓൾസോ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ പ്രഗ്നൻസി. ഈ ഹോർമോൺസിൻ്റെ ഇൻക്രീസ്ഡ് ലെവല് ഫീറ്റൽ ഗ്രോത്തിന് അത്യാവശ്യമാണ്, അമ്മയുടെ ശരീരത്തിൽ നടക്കുന്ന മെറ്റബോളിക് ചേഞ്ചസിന് അത്യാവശ്യമാണ്, അതോടൊപ്പം തന്നെ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാനും ആവശ്യമാണ്. Then, immediately after implantation, the inner cell mass differentiates into an outer layer called ectoderm, inner layer called endoderm, and a mesoderm, third germ layer, appear between these 2 layers. നമ്മൾ പറഞ്ഞു ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് പ്ലാസൻ്റ എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്തു. ഇനി ഇന്നർ സെൽമാസാണുള്ളത്. ആ ഇന്നർ സെൽമാസാണ് എംബ്രിയോ ആയി മാറുന്നത്. അപ്പോൾ ഇന്നർ സെൽമാസ് ആദ്യം 3 ജേം ലെയേഴ്സായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ട്രിപ്ലോബ്ലാസ്റ്റിക് നമ്മൾ പഠിച്ചതാണ്. 3 ജേം ലെയേഴ്സ്, എക്ടോഡേം, എൻഡോഡേം ആൻഡ് മിഡിൽ മീസോഡേം. അപ്പോൾ അങ്ങനെ 3 ജേം ലെയേഴ്സായി ഇന്നർ സെൽമാസ് മാറ്റപ്പെടുന്നു. ഈ 3 ജേം ലെയേഴ്സിൽ നിന്നാണ് ആ എംബ്രിയോയുടെ ഫീറ്റസിൻ്റെ എല്ലാ ഓർഗൻ സിസ്റ്റംസും ഫോം ചെയ്യുന്നത്. These 3 germ layers give rise to all tissues or organs in the adults. ഒരു കുഞ്ഞായി മാറുന്ന സമയത്ത് ആ 3 ജേം ലെയേഴ്സിൽ നിന്നാണ് കുഞ്ഞിൻ്റെ എല്ലാ ടിഷ്യൂസും ഓർഗൻസും ഫോം ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്നർ സെൽ മാസിൽ ചില സ്റ്റെം സെൽസ് എന്നറിയപ്പെടുന്ന സെൽസ് കാണാം. ആ സ്റ്റെം സെൽസിന് എന്തിനുള്ള കഴിവുണ്ട്? അതിന് ഒരു അഡൽട്ടിലുള്ള എല്ലാ ഓർഗൻസിനും അല്ലെങ്കിൽ ടിഷ്യൂസും ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അത്തരം സെൽസുകളെ പറയുന്ന പേരാണ് സ്റ്റെം സെൽ. സ്റ്റെം സെൽ കൾച്ചർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ സ്റ്റെം സെൽസിൽ നിന്ന് നമ്മൾ സ്റ്റെം സെൽസ് എടുക്കുകയും അതിനെ കൾച്ചർ ചെയ്ത് നമുക്ക് ഡിസയേർഡ് ഓർഗൻ അല്ലെങ്കിൽ ടിഷ്യൂസിനെ ഡെവലപ്പ് ചെയ്യാം.
അത്തരം സെൽസാണ് സ്റ്റെം സെൽസ്. അപ്പോൾ ഇന്ന് പഠിച്ചത് പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ മന്ത് വൈസ് ഡെവലപ്മെൻറ്റ് ഓഫ് ഫീറ്റസ് നമുക്ക് നോക്കാം. താങ്ക് യു.